അള്ളാന്റെ റസൂലിന്റെ മുഖത്തിന്റെ ഭാഗത്തേക്ക് നരകത്തിന്റെ പുക വന്നപ്പോ ഞാൻ അതിനെ ആട്ടി ഓടിച്ചു സഹാബ. എനിക്ക് തന്നെ അതിന്റെ പുക സഹിക്കാൻ കഴിയുന്നില്ല. അപ്പൊ തീ എന്തായിരിക്കും? ഇയാളെന്താ തുടക്കത്തിലെ നരകം പറഞ്ഞിട്ട് പേടിപ്പെടുത്തണം എന്നല്ല, ഈ രണ്ടല്ലാതെ ജീവിതത്തിൽ ഇനി മാറാനൊന്നുമില്ല. ഈ നാട്ടിൽ അതേ പറയാവൂ, ഈ നാട്ടിൽ അതേ പറയാവൂ, ഏത് നാട്ടിലും. കാരണം വഴിതെറ്റി നടക്കുന്ന ഒരു ജനതയെ സംബന്ധിച്ചോളം ആ ജനതയുടെ മുന്നിൽ മാറ്റത്തിന്റെ ഒരു തിരി കൊളുത്തണമെങ്കിൽ നരകത്തെക്കുറിച്ചുള്ള പേടിക്കും സ്വർഗത്തെക്കുറിച്ചുള്ള ആശയ്ക്കുമേ കഴിയും. അല്ലാതെ ഈ ഭൂമിയിലെ എന്ത് ലാഭം പറഞ്ഞിട്ടാണ് അവരെ വിളിക്കുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. കള്ളു കുടിച്ച് മദ്യപിച്ച് മതോന്മത്തനായി കിടക്കുന്ന ഒരുത്തനോട് നീ ഇനി കള്ളു കുടിക്കരുത് എന്ന് പറയാൻ അവനോട് ഭൂമിയിലെ ഏത് ലാഭമാ പറയുക? നീ ഇനി മുതൽ കള്ളു കുടിക്കാതിരുന്നാൽ ജമാഅത്തിന്റെ വകയായിട്ട് നിനക്ക് ഒരു ദിവസം 100 വെച്ച് തരാന്ന് പറയാൻ പറ്റുമോ? കഴിയില്ല. നീ കള്ളു കുടിക്കാതിരുന്നാൽ ഞങ്ങളെല്ലാവരും കൂടി നിനക്ക് ഒരു ദിവസം 250 റുപ്യ വെച്ച് തരാൻ പറ്റുമെന്ന് പറയാൻ പറ്റുമോ? ഏതൊരു അധർമ്മത്തിൽ നടക്കുന്ന മനുഷ്യനോടും അവനെ അധർമ്മത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പറയാൻ അവനോട് കഴിയുന്നത് നീ മദ്യപാനിയായാൽ നാളെ നരകത്തിലെ ശിക്ഷ, നീ മദ്യപാനം ഉപേക്ഷിച്ചാൽ നാളെ നിന്റെ സ്വർഗത്തിലെ രക്ഷ. ഇത് രണ്ടും പറഞ്ഞിട്ടല്ലാതെ ലോകത്തൊരു മനുഷ്യനെയും മാറ്റാൻ കഴിയില്ല. അത് കേട്ടപ്പോഴും അതറിഞ്ഞപ്പോഴുമാണ് മനുഷ്യൻ മാറിയത്. ആ നരകത്തിൽ പോകുന്നതിന് 31 കാര്യങ്ങൾ ഒരു മനുഷ്യനെ നരകത്തിലെത്തിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമുക്ക് കഴിയുന്നത് പോലെ പറയാം സമയത്തിന്റെ പരിമിതിക്കുള്ളിൽ. അള്ളാഹു എല്ലാ കാര്യങ്ങളും മാറ്റി അള്ളാഹിന്റെ സ്വർഗത്തിന്റെ അവകാശിയാകാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നരകം ഭയാനകരമാണ്. യദ്ഊന വൈലൻ യദ്ഊന സുബൂറ. ഓരോ ദിവസം രാവിലെയും വൈകുന്നേരവും നരകത്തെ നിലവിളിച്ചോണ്ടേയിരിക്കും, അട്ടഹസിക്കും. എവിടെ? എന്നിലേക്ക് വരാനുള്ളവരെവിടെ? ഇവിടെയുള്ള ഒത്തിരി പേരത് കേൾക്കും. ഓരോ നാട്ടിലും നരകത്തിലോട്ട് പോകാൻ അവകാശികളായ എത്രയെത്രയോ ആളുകൾ. ഈ ജീവിതം ഒരു യാത്രയാണ്. നമ്മുടെ ജീവിതയാത്ര തുടങ്ങുകയാണ്. ഈ യാത്ര അവസാനിക്കുന്നത് ഒരു മണ്ണിൻ്റെ അടിയിലാണ്. അവിടെ നിന്ന് പിന്നെ പരലോകത്തിലേക്കും സ്വർഗത്തിലേക്കും നരകത്തിലേക്കും. അതുകൊണ്ട് നമ്മുടെ ഈ സബലം ഈ യാത്ര നമുക്ക് തുടങ്ങാം ഇവിടെ വെച്ച്. ജീവിതമേ ഒരു യാത്രയാണ്. ജീവിതം ഒരു വല്ലാത്ത യാത്രയാണ്. ജീവിതമേ ഒരു യാത്ര. ഇങ്ങനെ ഓരോ കാലടി മുമ്പോട്ട് പോകുമ്പോഴും ആയുസ് പുറകോട്ട് പോവുകയാണ്. ഒരു കാലെടുത്ത് മുമ്പോട്ട് വെക്കുമ്പോൾ ജീവിതത്തിൽ 2 യാത്രയാണ് നടക്കുന്നത്. ഒരു കാല് മുമ്പോട്ട് വെക്കുമ്പോൾ പരലോകത്തേക്കുള്ള യാത്ര കൂടുന്നു, അതേപോലെ ആയുസ്സിലേക്കുള്ള യാത്ര കുറയുകയും ചെയ്യും. ഒരു കാലെടുത്ത് മുമ്പോട്ട് വെച്ചാൽ അത്രയും സമയം ആയുസ്സിൽ നിന്ന് കുറഞ്ഞെന്നാണ്. ഈ ജീവിതമേ ഒരു യാത്രയാണ്, വല്ലാത്ത യാത്ര. ഗർഭാശയം വീട്ടതു മുതൽ സഫറാണേ, അടുത്തുള്ള ക്യാമ്പും സോദര കബറാണേ. ഗർഭാശയം വീട്ടതു മുതൽ സഫറാണേ, അടുത്തുള്ള ക്യാമ്പും സോദര കബറാണേ. തഴവ ഉസ്താദ്, എന്താ ഈ മനുഷ്യൻ? ആരായി മനുഷ്യനെന്നറിയോ? ഇങ്ങനെയൊക്കെ ജീവിക്കണം. മരിച്ചാൽ പൊതിയാനുള്ള കഫൻ തുണിയും ചുരുട്ടി തലയിൽ വെച്ചിട്ട് കിടന്നുറങ്ങിയ മനുഷ്യൻ എവിടെ? മക്കയിലല്ല, മദീനയിലല്ല, കൊല്ലം ജില്ലയിൽ. മക്കയിലെയും മദീനയിലെയും സഹാബത്തിന്റെ കഥയല്ല. ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി തടവയിൽ ജീവിച്ചിരുന്ന മഹാനായൊരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ വാക്കാണിത്. ഞാൻ പൂന്തറ വാള് പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, പൂന്തറ വാള് പറഞ്ഞ എഴുതി വാള് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കാൽക്കുലേഷൻ ഉണ്ടല്ലോ, എങ്ങനെയുണ്ട്, കൊള്ളാവോ ഇല്ലയോ എന്നുള്ളൊരു ചെറിയ ഒരു പോസ്റ്റ്മോർട്ടം നടത്തും. അപ്പോൾ ഒരാൾ പറഞ്ഞു, കണ്ട ഇത്രയും ആൾ കൂടിയുണ്ട് അങ്ങനെ പ്രസംഗം കേൾക്കാൻ. അപ്പോൾ അടുത്ത ആൾ പറഞ്ഞു, അയാൾക്ക് സഹിക്കില്ലേ, സത്യം കണ്ടാൽ സഹിക്കില്ലല്ലോ. കൊള്ളാം, പ്രസംഗമൊക്കെ നല്ല പ്രസംഗം, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് പാട്ട് പാടുന്നതിന് അത് വേണ്ട. ഈ വിവരമില്ലാത്തൊരിത് എന്താണ് തിരിച്ചറിയാൻ കഴിയേണ്ടത്? ഈ അറബി ബൈത്ത് പാടുമല്ലോ. അറബി ഭാഷയെന്ന് കേൾക്കുന്നതേ അവർക്കൊരു വല്ലാത്ത ബുദ്ധിമുട്ട്. എൻ്റെ സഹോദരങ്ങളെ, ലോകത്ത് ഇത് മുഴുവനും ഉണ്ടായത് ഈ അറബി ഭാഷയിൽ നിന്നാണ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കലുണ്ടായിരുന്നു മക്കയിലൊരു വലിയ പ്രധാനപ്പെട്ട കവി.
തഴവാ ഉസ്താദിന്റെ ബൈത്ത് പറഞ്ഞിട്ട് അതിലൂടെ ഞാൻ മറ്റൊന്ന് പറയുകയാണ്. ഒരു വല്ലാത്ത കവി, മക്ക മുഴുവനും കവിത പാടി നടന്ന കാലം, സാഹിത്യ സാമ്രാട്ടുകൾ നടന്ന കാലം, ആ കാലഘട്ടത്തിലെ കവിയായിരുന്നു ലബീദ്. ആ ലബീദിനെ കുറിച്ചാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, അസ്ദഖു കലിമത്തിന് കാലക ശായിറു കലിമത്തു ലബീദ്. ലോകത്ത് എത്രയോ കവികൾ പാട്ട് പാടിയിട്ടുണ്ട്, എത്രയാളുകളെ കവിത പാടിയിട്ടുണ്ട്. പാടിയ കവിതയിൽ ഏറ്റവും നല്ല കവിത റസൂലുള്ള പറഞ്ഞതാണ്, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. പാടിയ കവിതകളിൽ ഏറ്റവും നല്ല അറബി കവിത ഏതെന്നറിയോ? അത് ലബീദ് പാടിയ കവിതയാണ്. ലബീദ് പാടിയ കവിത ഏതെന്നറിയോ? അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാതിലു വകുല്ലു നഈമിൻ ലാ മഹാലത സായിലു. അലാ, നിങ്ങൾ അറിയണം, കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാതിലു, അല്ലാഹ് ലോകത്തുള്ളതെല്ലാം നശിച്ചു പോകുന്നതാണ്, എല്ലാം നശിച്ചു പോകും, അല്ലാഹ് മാത്രം നശിക്കുന്നതല്ല. വകുല്ലു നഈമിൻ, എല്ലാ സൗഭാഗ്യങ്ങളും നീങ്ങി പോകുന്നതാണ്, എല്ലാ സൗഭാഗ്യങ്ങളും നീങ്ങി പോകുന്ന സൗഭാഗ്യമാ. ഈ ദുനിയാവിലെ ഏത് സൗഭാഗ്യവും നീങ്ങി പോകുന്ന സൗഭാഗ്യമാണ്. സഹോദരങ്ങളെ, നിലനിൽക്കുന്നത് അല്ലാഹുവിലുള്ള വിശ്വാസം മാത്രമാണ്. ഇത് കേട്ട റസൂലുള്ള പറഞ്ഞു, ലബീദേ, നീ പറഞ്ഞതാണ് ശരി. അല്ലാഹുവിന്റെ റസൂല് പോലെ ശരി വെച്ച് പറഞ്ഞു പോയ വല്ലാത്ത കവിത. എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ലോകം എന്തിനാണ് സഹോദരങ്ങളെ? ഈ ഭൂമിക്ക് വേണ്ടി കെട്ടിപ്പിടിച്ചിട്ടൊരു ജീവിതം. ഈ ജീവിതം ഒരു യാത്രയാണ്. ആ യാത്രയുടെ നടുവിൽ നഷ്ടപ്പെടുന്നത് ഓരോരുത്തരാണ്. ഉപ്പ നഷ്ടപ്പെട്ടു പോയി, ഉമ്മ നഷ്ടപ്പെട്ടു പോയി, ഭാര്യ നഷ്ടപ്പെട്ടു പോയി. ഈ ജീവിതത്തിന്റെ യാത്രയിൽ വേറിട്ടൊരു യാത്രയ്ക്ക് തയ്യാറാവണം. എന്റെ ഈ വിഷയത്തിലോട്ട് ഞാൻ കടക്കട്ടെ, ഒരാമുഖത്തിലോട്ട് കടക്കട്ടെ. നമ്മളൊരു യാത്ര തുടങ്ങി. ഈ യാത്രയിൽ ഒരു വേറിട്ടൊരു യാത്ര. ഏകാന്തപതികനായി നടക്കണം, ഒറ്റയാനായിട്ട് നടക്കണം. ഈ ജീവിതയാത്രയിൽ മാറി നടക്കാൻ കഴിയുന്നൊരു നല്ല മനുഷ്യനെ സൃഷ്ടിക്കാൻ കഴിയണം. എല്ലാവരും നടക്കട്ടെ, അവര് ബാറുകളിൽ ഇരിക്കട്ടെ, അവര് വൈകുന്നേരങ്ങളിൽ ചവിട്ടുവിന്റെ ചീട്ടുകളങ്ങളിൽ ഇരിക്കട്ടെ. പൊന്നു ചെറുപ്പക്കാരാ, നിനക്കൊരു യാത്രയുണ്ട്, വേറിട്ടൊരു യാത്രയുണ്ടാകണം. എല്ലാ സൗഭാഗ്യങ്ങളും നഷ്ടപ്പെട്ടു പോകുന്ന ലോകത്ത്, ആർക്കും ആരെയും വേണ്ടാത്ത ലോകത്ത്, ഭാര്യയ്ക്ക് ഭർത്താവിന് വേണ്ട, ഭർത്താവിന് ഭാര്യയ്ക്ക് വേണ്ട, എവിടെയാണോ ലാഭമുള്ളത് ആ ലാഭത്തിന് മാത്രം കൊതിച്ചിട്ട് ജീവിക്കുമ്പോ, ഇന്നലെ രാവിലെ നിങ്ങൾ പത്രം കണ്ടോ? സ്വന്തം ഭർത്താവ് വൃക്ക വിറ്റിട്ട് വെച്ച 4 ലക്ഷം രൂപ, 4 ലക്ഷം രൂപ ബാങ്കിന്റെ ഡിപ്പോസിറ്റിലിട്ടു. ആ പൈസയും എടുത്തിട്ടാണ് പ്രിയപ്പെട്ട ഭാര്യ വേറൊരുത്തന്റെ കൂടെ പോകാൻ പോയത്. ആ ഭർത്താവ് അധ്വാനിച്ചതല്ല. ഇതെന്തോ ഒരു ലോകമാണ്. സൈഫുദ്ദീൻ ഹാജി പറഞ്ഞതുപോലെ, കേൾക്കാൻ ആഗ്രഹിക്കുന്നതല്ല കേൾക്കുന്നത്. സ്വന്തം ഭർത്താവിന്റെ, സ്വന്തം കഴുത്തിന് താലി കെട്ടിയവന്റെ വൃക്ക വിറ്റ് 4 ലക്ഷം രൂപ ബാങ്കിലിട്ടു. അതും എടുത്തിട്ടാണ് ഭാര്യ വേറൊരുത്തന്റെ കൂടെ പോകാൻ പോയത്. ഭർത്താവ് നോക്കുമ്പോൾ ആകെയുള്ള വൃക്കയും പോയി, താലി കെട്ടിയ പെണ്ണും പോകുന്നു. അവന്റെ മുമ്പിൽ ഒറ്റ വടിയേയുള്ള മൂർച്ചയുള്ള വാക്കത്തി തന്നെ ആയുധം. പാതിരാ സമയത്തുറങ്ങിക്കിടക്കുന്ന ഭാര്യയെയും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പെണ്ണിന്റെ മനസ്സിൽ ഈ ഭൂമിയിൽ സുഖിക്കാൻ തോന്നിയപ്പോ അത് ഭർത്താവിനെ കുടിച്ചിട്ടിട്ടാണെങ്കിലും വേണ്ടില്ല, അവന്റെ വൃക്ക വിറ്റ പൈസയാണെങ്കിലും വേണ്ടില്ല, മറ്റൊരുത്തന്റെ കിടപ്പറയിലെ ചൂടും ചൂരും അനുഭവിക്കണമെന്ന് ഒരു പെണ്ണ് നരകത്തിന്റെ വഴി തെരഞ്ഞെടുത്തപ്പോ അവിടെ നഷ്ടപ്പെട്ടു പോയതൊന്നും അറിയാത്ത നിഷ്കളങ്കമായ 2 പെൺകുട്ടികൾ, 11 വയസ്സും 14 വയസ്സുമുള്ള അമ്മയുടെ അപ്പുറത്തും ഇപ്പുറത്തും മയങ്ങിക്കിടക്കുന്ന 2 മക്കളെയും വെട്ടിക്കൊന്ന് ഭാര്യയുടെ തല വെട്ടിയെടുത്ത് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു. ഇന്നലെ കോട്ടയം ജില്ലയിൽ. എന്തോ ഒരു ലോകമാണിത്. ആർക്ക് വേണ്ടി ജീവിക്കുന്നു നാം? അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാതിലു വകുല്ലു നഈമിൻ ലാ മഹാലത സായിലു. എല്ലാ സൗഭാഗ്യവും നീങ്ങിപ്പോകുന്ന സൗഭാഗ്യം. ഈ യാത്ര വല്ലാത്ത യാത്രയാണ്. ജീവിതത്തിന്റെ യാത്ര അതൊരു വല്ലാത്ത യാത്രയാണ്. ഈ യാത്രയിൽ എല്ലാം കെട്ടിപ്പിടിക്കുമ്പോ നഷ്ടപ്പെടുന്നത് ഭാര്യയും മക്കളുമാണ്. ഭാര്യയ്ക്ക് തോന്നി, വൃക്ക വിറ്റ പൈസ 4 ലക്ഷം രൂപ ബാങ്കിൽ ഇട്ടു, അവളത് ഡിപ്പോസിറ്റ് പിൻവലിച്ചു, വേറൊരുത്തന്റെ കൂടെ പോകാൻ തീരുമാനിച്ചു. പക്ഷെ നഷ്ടപ്പെട്ടതോ 2 നിഷ്കളങ്കമായ ബാല്യങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആർക്കു വേണ്ടി? ആ പാവപ്പെട്ടവൻ തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്ക് നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിയാ അവൻ്റെ ഉള്ള വൃക്ക കളഞ്ഞു. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോളീൻ, ലോകത്തൊരു മനുഷ്യനെയും തൃപ്തിപ്പെടുത്താൻ നമ്മളെ കൊണ്ട് കഴിയില്ല. കഴിയോ?
ലോകത്ത് എൻ്റെ പൊന്നു ചെറുപ്പക്കാരാ ഒന്ന് ചിന്തിക്കുക, എൻ്റെ പൊന്നു ചെറുപ്പക്കാർ അങ്ങനെ ചിന്തിക്കുകയും അള്ളാഹു നല്ല മാറ്റം ഉണ്ടാകട്ടെ. ഇവിടെ ഒരു മാറ്റം ഉണ്ടാകണം. ഞാൻ പൂന്തറയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച വകളൊക്കെ കഴിഞ്ഞ് ദുആ കഴിഞ്ഞിറങ്ങിയപ്പോൾ ഒരു നല്ല ചെറുപ്പക്കാരൻ, വെളുത്ത് തുടുത്തിരിക്കുന്ന ഒരു നല്ല ചെറുപ്പക്കാരൻ, കണ്ടറിയാം ഏറ്റവും നല്ല സമ്പന്നതയുള്ളൊരു കുടുംബത്തിലെയാണ്. എല്ലാവരും തുക്കി തിരക്കൊക്കെ കൂട്ടി മുസാവത്തൊക്കെ ചെയ്ത് പോകുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, ഇവൻ ആ സ്റ്റേജിൻ്റെ ഭാഗത്ത് ഇങ്ങനെ മൂലയിൽ മാറി നിന്നു കുറേ നേരം. എല്ലാവരും പോയി കഴിഞ്ഞ് ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി അപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോൾ എൻ്റെ പുറകേ വന്നു. പൂന്തറ പുത്തമ്പള്ളിയുടെ ആ വലിയ ഗേറ്റിൻ്റെ അടുത്ത് എൻ്റെ കൈ പിടിച്ചു, ഉസ്താദേ ഉസ്താദേ, എൻ്റെ വീട് കുമാരപുരത്താണ്, മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത്. ഞാൻ ഇതിലെ വെറുതെ പോയതാ ബൈക്കിൽ, അപ്പോൾ പ്രസംഗം കേട്ടിട്ട് നിന്നതാ. ഇനി ഞാൻ മദ്യപിക്കൂല ഉസ്താദ്, ഇനി ഞാൻ കള്ളു കുടിക്കൂല. അവൻ പറഞ്ഞു, ഞാൻ കള്ളുകുടിയനാണ്, പക്ഷെ ഇനി ഞാൻ കുടിക്കൂല ഉസ്താദെ, ഞാൻ പൂന്തറ പുത്തപ്പള്ളിയിൽ കയറി ഇശ നിസ്കരിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ, ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് ഞാൻ നിസ്കാരം മുടക്കൂല. ഞാൻ അവനോട് നിൻ്റെ നമ്പർ ഇങ്ങതാ. ഞാൻ നമ്പർ വെച്ച് ഇന്നലെ മിനിങ്ങാന്ന് വ്യാഴാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പോയത് കാസർഗോഡാണ്. ഞാൻ ഒരാഴ്ച കാസർഗോഡായിരുന്നു. എല്ലാ ദിവസവും രാവിലെ ഞാൻ വിളിക്കും. എന്തിനാണെന്നറിയോ? രാവിലെ വിളിച്ചത് ഇവനൊരു ഭംഗി വാക്ക് പറഞ്ഞതാണോ? രാവിലെ ഏതായാലും വൈകുന്നേരം കുടിച്ചിട്ട് നന്നായിട്ട് കുടിച്ച് മത്തായിട്ട് കിടക്കണ ഒരാൾ രാവിലെ എഴുന്നേക്കാൻ ഇത്തിരി വൈകു ഇല്ലേ? എടുക്കൂല, അറിയില്ലേ? കഷ്ടമൊന്നും അറിഞ്ഞുകൂടാ, പാവങ്ങളിരിക്കുന്നുണ്ട്, അവർക്കൊന്നും അറിഞ്ഞുകൂടാ. അപ്പം രാവിലെ എഴുന്നേക്കാൻ ഇത്തിരി വൈകും. ഏതായാലും അവൻ ഫോൺ എടുക്കൂല എന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ സുബഹി നിസ്കാരത്തിന് വേണ്ടി ഞാൻ എഴുന്നേറ്റപ്പോൾ, വെള്ളിയാഴ്ചയാണ് നടക്കുന്നത്, ശനിയാഴ്ച രാവിലെ ഏറനാട് എക്സ്പ്രസ്സിന് ഞാൻ ഇവിടുന്ന് 3:30 ഞാൻ കാസർഗോഡ് പോയി. അന്ന് വയൽ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ സുബഹി നിസ്കാരത്തിന് മുമ്പ് ഞാൻ 4 മണിക്ക് എഴുന്നേറ്റ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വെറുതെ തോന്നി ഏതായാലും ഒന്ന് വിളിച്ചു നോക്കാം. ഞാൻ അവനെ ഫോൺ അടിച്ചു. ഞാൻ നോക്കിയാൽ അവൻ ചാടി എഴുന്നേറ്റ് ഫോൺ എടുത്തു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു വാദം നടത്തി ഒരാൾ പോരെ? 2 ദിവസം അവിടെ പ്രസംഗിച്ചതിന് പകരത്തെ ഒരൊറ്റ പ്രതിഫലം ഈ ഒരാൾ പോരെ? മതി. നല്ല പിന്നീട് ഇപ്പം എല്ലാ ദിവസവും എന്നെ വിളിക്കും. ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യേ, നാളെ മുതൽ സുബൈക്ക് എഴുന്നേക്കുമ്പോൾ നീ എന്നെ വിളിക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ ചിലപ്പോൾ വകത് കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങിപ്പോവും. അപ്പോൾ നീ എന്ത് ചെയ്യണം? നാളെ മുതൽ സുബൈക്ക് നീ എന്നെ ഒന്ന് വിളിക്കണം. ഏതൊരു മനുഷ്യനെയും നന്നാക്കാൻ കഴിയുന്നത് എങ്ങനെയാണെന്നറിയോ? നമ്മൾ പറയും അവൻ പോക്കാം, അവൻ കുടിയൻ, അവൻ പോക്കാം, അവനെ എഴുതിത്തള്ളും നമ്മൾ. ഇനി അവൻ നന്നാവില്ല. അല്ല, സ്നേഹത്തോടെ സ്ഫുടം ചെയ്തെടുത്താൽ കുപ്പയിൽ നിന്ന് കിട്ടുന്ന മാണിക്യം കഴുകിയെടുത്താൽ അതിന് തിളക്കം കൂടും. അവർ പിന്നെ വിട്ടുപോകില്ല. എല്ലാം അറിയാവുന്നവനെ പറയും, ഓ ഇതിനേക്കാൾ ഞാൻ കേട്ടിട്ടുണ്ടോ പറയും. ഒന്നും അറിയാത്തവൻ നന്നാകുമ്പോൾ അവനേക്കാൾ തിളക്കമുള്ള ഒന്ന് വേറെയില്ല. അതുകൊണ്ട് ആരെയും എഴുതിത്തള്ളാറായിട്ടില്ല. ഇപ്പം എല്ലാ ദിവസവും രാവിലെ അവൻ എഴുന്നേറ്റവൻ എന്നെ വിളിക്കും. അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. നിങ്ങൾ കാര്യമായിട്ട് ദുആ ചെയ്യും. 32 വയസ്സുണ്ട്. ഇത്രയും നാൾ മദ്യപിക്കാത്ത ഒരു ദിവസം അവൻ്റെ ആയുസ്സിലില്ല. അള്ളാഹു നിലനിർത്തി തരട്ടെ, അള്ളാഹു നിലനിർത്തി തരട്ടെ. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സിൽ ഇങ്ങനെ തന്നെ നിലനിൽക്കാൻ പ്രേരിപ്പിക്കുന്നത്. കബീർ ഉസ്താദിനെ എല്ലാവരും സ്നേഹിക്കുന്നത് കൊണ്ടല്ല, വേറൊന്നും കൊണ്ടല്ല. ഞാൻ ഇവർക്ക് പണം കൊടുത്തിട്ട് വരുന്നതാണ്. ഈ കൽബിലെ സ്നേഹം അത് കൽബിലുള്ള വെളിച്ചത്തിൻ്റെ സ്നേഹമാണ്. അല്ലാത്ത ഒരു സ്നേഹം ഉണ്ടല്ലോ വാസിക്ക, കൽബിലുള്ള ഒരു വെളിച്ചത്ത്, അല്ലാതെ ഇവരെ പൈസ കൊടുത്തിട്ടോ പ്രലോഭിപ്പിച്ചിട്ടോ ഒന്നുമല്ല. ഈ കാണുന്ന ജനാരവം അത് ഇതിൻ്റെ കൽബിൻ്റെ സ്നേഹമാണ്. അള്ളാഹു നിലനിർത്തി തരട്ടെ, അള്ളാഹു നിലനിർത്തി തരട്ടെ. ഈ യാത്ര നരക